ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. ഇന്നും പൊക്കുറം സൗണ്ടാണ്. അപ്പം ഒന്ന് ക്ഷമിക്കണം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്, എന്ത് എനർജിയിലാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. സൗണ്ട് കുറച്ച് കുറവായിരിക്കും കേട്ടോ. മാക്സിമം സൗണ്ടിൽ സംസാരിക്കാൻ ശ്രമിക്കാം. എന്നാലും കുറവായി നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പം ഒരു നിരാശയിലിരിക്കുന്നു എന്നാണ്. അത് മുൻപുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ തെറ്റായിപ്പോയി അതുകൊണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി നല്ലൊരു ചോയ്സ് എടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ പെട്ടുപോയത് എന്നൊക്കെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ചോയ്സ് എടുക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല, മടുപ്പാണ്. പുതിയൊരു ചോയ്സ് എടുക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. കാരണം മുൻപത്തെ ചോയ്സ് തെറ്റിപ്പോയതുകൊണ്ടുള്ള ഒരു നിരാശയിലും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇനി ഒരു പുതിയ ഒരു ഓഫർ വന്നാലും സ്വീകരിക്കാൻ പറ്റാത്ത വിധം ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്നത്. ഓക്കെ. പിന്നെ ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വയ്യാതിരിക്കുന്ന, ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മീൻസ് വയ്യാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുന്നൊരവസ്ഥയുണ്ട്. മദ്യപാനശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓവറായിട്ട് മദ്യപിച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നമ്പിടായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു അലസത, മടി അങ്ങനെയുള്ളൊരു ദിവസം പോലാണ് കാണുന്നത്. ഒന്നും വയ്യ എന്നുള്ളൊരു ഫീലാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. മടുപ്പാണ്. അതൊക്കെ ചെയ്തിട്ട് എന്തിനാ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന പോലാണ് ഈ 4 ഓഫ് കപ്സ് കാണുന്നത്. കടുത്ത നിരാശ തന്നെയാണ്. മുൻപ് നിങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതിൽ നിന്ന് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടതുകൊണ്ട് പുതിയതായിട്ട് വരുന്നതിനെ പഴയതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ജോബ് നഷ്ടപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക. ജോബിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇടമായിരിക്കും, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഇടമായിരിക്കും. അവിടെ ആ ജോബ് നഷ്ടപ്പെട്ടിട്ട് പുതിയൊരു ജോബ് കിട്ടുമ്പോൾ നിങ്ങൾ പഴയ ജോബുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടത്തില്ല. ആ ഒരവസ്ഥയാണ് ഈ പറഞ്ഞ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ ഒരുപാട് കാർഡ് എടുത്തെന്ന് റീഡ് ചെയ്യുന്നില്ല, ഇത്തിരി ത്രോട്ടിന് അധികം എഫേർട്ട് കൊടുക്കാൻ വയ്യ. അടുത്തത് 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇത് പറഞ്ഞ പോലെ മരണം കേൾക്കുക, നെഗറ്റീവ് കാർഡ്സാണ് എല്ലാം വരുന്നത്. 4 ഓഫ് സോഡ്സ്, മരണം കേൾക്കുക, ഈ സർജറി ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഇത് വീണ്ടും വയ്യ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഫിസിക്കലി വി ആർ നോട്ട് ഓക്കെ ടു ഡു സംതിങ്. അപ്പോൾ വി ആർ ഇൻ എ റെസ്റ്റിംഗ് മോഡാണ്. റെസ്റ്റിംഗ് മോഡാണ് നിങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ തന്നെ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യണം എന്നുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. നിങ്ങളിനി ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, കുറച്ച് നേരം കിടക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. ഇനി വേറെ കുറച്ച് ആളുകൾ നിങ്ങൾ ഭയങ്കര ബ്രോക്കൺ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കാണുന്നത് ഒരു ബ്രോക്കൺ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ടാരോ റീഡിങ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇനാക്റ്റീവാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. തീരുമാനം എടുത്താൽ തെറ്റിപ്പോകുന്നുള്ള പേടിയുണ്ട്. കാരണം തൊട്ട് മുമ്പിൽ 3 ഓഫ് സോഡാണ്. അപ്പോൾ അത് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒരു ചതി പറ്റുമോ, വീണ്ടും ബ്രോക്കണായി പോകുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങൾ തീരുമാനമൊന്നും എടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ബാക്ക് പെയിനോ പുറം വേദന, കൈവേദന, ഷോൾഡർ, ഇങ്ങനെയൊക്കെ പെയിൻ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. തലകറക്കം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അതാണ് ഈ 4 ഓഫ് സോഡ് പറയുന്നത്. സോറി. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ വയ്യാതിരിക്കുന്ന ആളുകൾ, നിങ്ങൾ യു ഹാവ് ടു ടേക്ക് റെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങളുടെ ബോഡി നീഡ്സ് റെസ്റ്റ്, അതാണ് പറയുന്നത്. കുറച്ച് പേര് ഭയങ്കര കടുത്ത ഡിപ്രഷനിൽ ഇരുന്നിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് വെള്ളം അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളുകളെ കാണുന്നുണ്ട്. ഇനി കുറച്ച് ആളുകൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ഓർത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ന ദിവസം.
ഓവർ വർക്ക് ചെയ്യുക, ഓവറായിട്ട് എഫേർട്ട് ഇടുക, ഓവറായിട്ട് ഏൺ ചെയ്യുക. ഓവറായിട്ടെന്നല്ല, കൂടുതൽ പണിയെടുക്കുക, കൂടുതൽ പണം നേടുക, കൂടുതൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ചിലർ നിങ്ങൾ വയ്യാതിരിക്കുകയാണെങ്കിലും ഇവിടെ 2 എനർജീസും റെസ്റ്റിംഗ് എനർജി കാണിച്ചതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതാണ്. ഓവർ തിങ്ക് ചെയ്യുക, അത് എങ്ങനെ മീറ്റ് ചെയ്യണം എന്ന് ആലോചിക്കുന്നതൊക്കെയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓവർ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഓവറായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരുടെ ജോലിയും കൂടെ അടുത്തടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ കാര്യം റിപ്പീറ്റഡ്ലി ചെയ്ത് അതിലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇന്ന് ഓവർ ടൈം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും, ജോലി ചെയ്ത് മടുത്ത് ഉള്ളൊരവസ്ഥ പോലെ കാണുന്നുണ്ട്. ഓക്കെ, ഭയങ്കര നായശല്യമാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇത് ഇൻഡിസിഷനായിട്ടിരിക്കാന്നാണ്. 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് വേണോ ഇത് വേണോ എന്ന് എടുക്കാൻ പറ്റുന്നില്ല, ഇനി അത് വേണോ വേണ്ടയോ എന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു ഇൻഡിസിഷൻ്റെ സ്റ്റേറ്റിലാണ് ഈ 2 ഓഫ് സോഡ്സ് വരുന്നത്. കാരണം നിങ്ങൾക്ക് 2 കാര്യങ്ങളും അത്യാവശ്യമുണ്ട്, 2 കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ ഏത് വേണ്ടാന്ന് വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടും പറ്റില്ല. രണ്ടും വേണം, എന്നാൽ രണ്ടും വേണ്ട എന്നുള്ളതാണ് ഈ 2 ഓഫ് സോഡ്. ഇൻഡിസിഷനാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. 2 നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇൻഡിസിഷനായിട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ 4 ഓഫ് സോഡ്സിൽ പറഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കൂ, ഇന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള സമയമല്ല എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട്. ദെൻ മജീഷ്യൻ്റെ എനർജിയാണ്. നിങ്ങൾ ആരെയും മിസ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ടാവും. കാരണം റിസോഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിലൊരു ആക്ഷൻ മാത്രം എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഫ്യൂച്ചറിൽ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് ഗ്രബോയ് വേർഡ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറേ നമ്പേഴ്സില്ലേ, അതൊക്കെ നിങ്ങൾ ചിലപ്പം പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചില കാര്യങ്ങളിലോട്ട് കൂടുതലായിട്ട് വിശ്വസിക്കുക, അതിൽ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശ്വസിക്കുക, അത് ചെയ്ത് നോക്കുക എന്നൊക്കെയാണ്. പിന്നെ ഒന്ന് പറയുന്നത്, നിങ്ങൾ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക, അതുപോലെ കൂടുതൽ സമയം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, അതിനുവേണ്ടി പ്രത്യേകം വഴിപാടുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് വാണ്ട്സ് ആണ്. ആരോ നിങ്ങളുമായിട്ട് റീയൂണിയൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആരോ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയും ആരെയോ കാത്തിരിക്കുന്നുണ്ട്. ഒരു 6 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുക, നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ പേരിൽ നിങ്ങൾ ആദരിക്കപ്പെടുക, ഇതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു അച്ചീവ്മെൻറ്റ് നേടാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ഈ 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒരു സക്സസിൻ്റെ കാർഡാണ്, സക്സസ് ആൻഡ് വിക്ടറിയുടെ കാർഡാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ അഭിമാനിക്കത്തക്കതായ കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഫോട്ടോ നിൽക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പൈസ കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പൈസ വരാനും സാധ്യത കുറവാണ്. പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പിശുക്ക് കാണിക്കുക, അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളെ കൊണ്ട് സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ഒരു റെസ്ട്രിക്റ്റഡ് മോഡിലായിരിക്കും, അതായത് ആരുമായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോവാതെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു സെക്ലൂഡഡ് ലൈഫായിരിക്കും ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് മറ്റുള്ളവരൊന്ന് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിച്ചാലും ഒന്ന് വിട്ടു പറയാനൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് ഗൈഡൻസ് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജി ഉണ്ട്. ഒരു റീയൂണിയനാണ്. അപ്പോൾ ഒരു നിങ്ങൾ ചേസ് ചെയ്യുന്ന ആൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റുള്ളൂ. ദെൻ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ
ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെയും പറയുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ ചിയർഫുള്ളായിരിക്കും. ലാസ്റ്റ് കാർഡ് വന്നിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് നല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. നോക്കാം ലവേഴ്സിന് ഇന്ന് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു സെപ്പറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലെ ഈ സെപ്പറേഷൻ ഇപ്പം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദൂരോട്ട് പോയാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ പോയിട്ടുള്ളത് ആ കാരണത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ആ കാരണം നിങ്ങൾക്ക് ഡൈജസ്റ്റഡ് ആണെങ്കിൽ മാത്രം തിരിച്ചു വരുമ്പോൾ അത് സ്വീകരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് സെപ്പറേഷൻസ് ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് നിങ്ങൾ പ്രയേഴ്സും അഫർമേഷൻസും മാനിഫെസ്റ്റേഷൻസും ഒക്കെ എഴുതുമ്പോൾ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവർ തിരിച്ചു വരും. ഈ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഉറപ്പായിട്ടും തിരിച്ച് വരും. ദെൻ ഡിസെപ്ഷനാണ്. രണ്ടുപേരിൽ ഒരാൾ ഒരു ഫോൾസ് മാസ്ക് ധരിച്ചിട്ടുണ്ട്. നിങ്ങളല്ല ചതിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ചതിയുടെ കാർഡ് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.